ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 84. അനന്ത, എനിക്ക് അല്പം രുചിച്ചു നോക്കാൻ തരുമോ? സൈരന്ധ്രി ആയിരുന്നു അത്. അനന്തനെ പോലെ തന്നെ അവിടെയുള്ള എല്ലാവർക്കും അത്ഭുതം തോന്നി. കാരണം ഇങ്ങനെയുള്ള മീറ്റിംഗിൽ ഒന്നും തന്നെ സൈരന്ധ്രി ഇതുപോലെ ഇടയ്ക്ക് കയറി സംസാരിക്കുകയോ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ ചെയ്തതായി അവരുടെ ഓർമ്മയിലില്ല. അവരിൽ ഒരാളാണ് എന്ന യാതൊരു ഭാവവുമില്ലാതെ വെറുതെ അലസമായി ഇരിക്കാറാണ് പതിവ്. അനാവശ്യമായ ഗൗരവമാവും മിക്കപ്പോഴും അവളിൽ കാണുന്നത്. പക്ഷേ ഇന്ന് വളരെയധികം സ്വാതന്ത്ര്യത്തോടെ അനന്തനോട് മാന്ത്രിക ജലം ആവശ്യപ്പെടുമ്പോൾ അവരിതുവരെ കണ്ടിട്ടില്ലാത്ത ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. സൈരന്ധ്രി പക്ഷെ മറ്റാരുടെയും നോട്ടമോ ഭാവമോ ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവളുടെ കണ്ണുകൾ അനന്തന്റെ കയ്യിലിരിക്കുന്ന കുപ്പിയിൽ തന്നെയാണ്. സൈരന്ധ്രിക്ക് അനന്തനെ വിശ്വാസമാണ് എന്നതിലുപരി അവൾക്ക് ആ ജലത്തിന്റെ ഗന്ധത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട് എത്രത്തോളം ദിവ്യമാണ് അതെന്ന്. നീയും രുചിച്ചു നോക്ക്, അനന്തൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. താങ്ക്സ് അനന്ത, എനിക്കറിയാം നീ എന്റെ ആഗ്രഹം അങ്ങനെ തള്ളിക്കളയില്ലാന്ന്, അവൾ കൊഞ്ചിക്കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. സൈരന്ധ്രി വേഗം ആ ബോക്സിൽ നിന്ന് ഒരു കുഞ്ഞു ബോട്ടിൽ എടുത്ത് തുറന്നു. അവൾ ആ അടപ്പ് തുറന്ന് കുപ്പി നാസികയോട് അടുപ്പിച്ച് ആ ജലത്തിന്റെ മായിക സുഗന്ധം ആവോളം വലിച്ചെടുത്തു. ശേഷം ഓരോ തുള്ളിയുടെയും രുചി നന്നായി അറിഞ്ഞു തന്നെ അവൾ അത് മുഴുവൻ കുടിച്ചു. ഇത് കണ്ട എല്ലാവർക്കും അതിശയം തോന്നി. സൈരന്ധ്രി ഒരിക്കലും അനന്തനെ ഇത്ര അനായാസമായി വിശ്വസിക്കുമെന്നോ ഒരു അംഗീകാരവുമില്ലാത്ത ആ ദ്രാവകം കുടിക്കുമെന്നോ ആരും പ്രതീക്ഷിച്ചതല്ല. അവൾ മറ്റുള്ളവരെ എപ്പോഴും ഒരു നിശ്ചിത അകലത്തിൽ മാത്രം നിർത്തി ഇടപെടുന്നവളാണ്. സൈരന്ധ്രിക്ക് അത് കുടിക്കാൻ വൈമനസ്യമൊന്നുമില്ല എങ്കിൽ തങ്ങൾക്കും അതിന്റെ ആവശ്യമില്ല എന്ന് കരുതി അവർ ഓരോരുത്തരായി അത് കുടിക്കാൻ തുടങ്ങി. കുടിച്ചവർ ഓരോരുത്തരായി അത്ഭുതത്തോടെ അനന്തനോടും ഭാർഗവനോടും ആ ജലത്തിൽ എന്ത് മാജിക് ആണ് ഉള്ളത് എന്നും അതുപോലെ എന്ത് ചേരുവകളാണ് ചേർത്തിട്ടുള്ളത് എന്നുമൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചു. കുടിക്കുന്നതിന് മുൻപത്തെ ആശങ്കകളെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോൾ മാറി. പകരം അതിന്റെ രഹസ്യം അറിയാനുള്ള കൗതുകമാണ് ഓരോരുത്തരുടെയും മുഖത്ത് കാണുന്നത്. ഭാർഗവൻ സാർ, ഒന്ന് പറയൂ, എന്താണ് ഈ ജലത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത്? ഒറ്റയടിക്ക് ശരീരത്തിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഒരിക്കലും ഇതൊരു സാധാരണ ചേരുവയായിരിക്കില്ല. എന്താണ് എന്നൊന്ന് പറയൂ സാർ, ഒരാൾ പറഞ്ഞു. സാറിന് ഈ മെഡിസിൻ മാർക്കറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവും, അതാവും ചേരുവകളൊന്നും പുറത്തു വിടാത്തത്. ട്രേഡ് സീക്രട്ട് അല്ലേ? മറ്റൊരാൾ പറഞ്ഞത് കേട്ട ഭാർഗവൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ മാന്ത്രിക ജലം. ഭൂമിയിലെ സകല വിശിഷ്ട വസ്തുക്കളുടെയും സത്ത് ചേർത്താണ് ഇത് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. നിങ്ങൾ ഒരു 3 മണിക്കൂർ കൂടി സമാധാനമായി ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ മനസ്സിലാകും ഞാൻ വെറുതെ അതിശയോക്തി പറയുന്നതല്ല എന്ന് ഭാർഗവൻ പറഞ്ഞു. ഭാർഗവനും പല്ലവിയും ഒക്കെ ആ ജലം ആദ്യമായി കുടിച്ച ദിവസം എല്ലാവരും ഒരു 3 മണിക്കൂർ നല്ല മയക്കത്തിലായിരുന്നു. ശേഷം ബോധം വന്നപ്പോഴാണ് ജലത്തിന്റെ മാന്ത്രികത അവർ തിരിച്ചറിയുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ആർക്കും അത്തരത്തിലുള്ള തളർച്ചയോ ക്ഷീണമോ ഒന്നും വരുന്നില്ല. അതിന് കാരണവുമുണ്ട്. അന്ന് അനന്തൻ തയ്യാറാക്കിയ ജലം അവരെല്ലാവരും ആ കുംഭത്തിൽ നിന്ന് അതേപടി വായിലേക്ക് ഒഴിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നേർപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന തീവ്രതയിൽ മാത്രമാണ് ആ കുപ്പികൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ പോലെ ഇവർക്ക് ആർക്കും ബോധക്കേടോ മറ്റസ്വസ്ഥതകളോ വരാത്തത്. സംസാരത്തിനിടെ 3 മണിക്കൂർ കടന്നു പോയത് അവരാരും അറിഞ്ഞില്ല എങ്കിലും അനന്തന്റെ ശ്രദ്ധ വാച്ചിൽ തന്നെയായിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ, എന്തൊക്കെയാണ് നിങ്ങളിൽ നിങ്ങൾക്കറിയാൻ കഴിയുന്ന മാറ്റങ്ങളെന്ന്. അനന്തൻ അവരോട് ചോദിച്ചു. എന്റെ കൈക്കും കാലിനും ഒക്കെ വല്ലാത്ത ശക്തി തോന്നുന്നു. എന്തോ അറിയില്ല. ഒരു ആനയെ വേണമെങ്കിലും കിട്ടിയാൽ വാലിൽ പിടിച്ച് കറക്കി എറിയാൻ പറ്റുമെന്ന് മനസ്സ് പറയുന്നു. അത്ര ശക്തിയാണ് മസിലുകൾക്കൊക്കെ തോന്നുന്നത്. എനിക്ക് ചെറിയ രീതിയിൽ കാഴ്ചക്കുറവുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. ഡോക്ടറെ കാണണം, കണ്ണട വെക്കേണ്ടി വരും എന്നൊക്കെ ഓർത്തിരിക്കായിരുന്നു. എനിക്കിപ്പോ എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാം. അയ്യോ, പണ്ടൊരു മുറിവ് പറ്റി കാലിലെ ചെറുവിരലിൽ നിന്ന് ഒടിഞ്ഞു പോയ നഖം വീണ്ടും എന്റെ നരച്ച കഷണ്ടി തലയിലും നിറയെ കറുത്ത മുടി കുരുത്തു തുടങ്ങി. ഇത് എന്ത് അത്ഭുതമാ! ഒരു 15 വർഷമായി ഞാൻ എന്റെ ഈ രൂപം കണ്ടിട്ട്. ഇനി ഈ കുറ്റിമുടികളെല്ലാം പെട്ടെന്ന് വളരുമോ?
കണ്ണാടിയിൽ നോക്കി ആകാംക്ഷയോടെ ചോദിച്ചു. ഉറപ്പായും വളരും. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോഴും എന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം പരിഹരിക്കപ്പെടും. നിങ്ങളുടെ റിവ്യൂ അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കെ. അനന്തൻ പറഞ്ഞത് കേട്ട ഭാർഗവൻ പറഞ്ഞു, ഓക്കെ അനന്ത, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, ഇനി ചെന്നാട്ടെ. അയാൾ പറഞ്ഞു. ഭാർഗവനോടും മറ്റുള്ളവരോടും യാത്ര പറഞ്ഞ ശേഷം പോകാൻ ഇറങ്ങിയ അനന്തന്റെ അടുത്തേക്ക് സൈരന്ധ്രി ഓടിക്കിതച്ചു വന്നു. ഒന്ന് നിന്നേ അനന്ത, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സൈരന്ധ്രി പറഞ്ഞു. പറഞ്ഞോളൂ. അനന്തൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് കണ്ടതും അവൾ അനന്തനെയും കൂട്ടി അകത്തെ ഹാളിലേക്ക് നടന്നു. എന്നിട്ട് ചുറ്റും നോക്കിയ ശേഷം അവിടെ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം സംസാരിച്ചു തുടങ്ങി. എനിക്കറിയില്ലായിരുന്നു ഞാൻ സ്നേഹിക്കുന്ന പുരുഷൻ ഇത്ര വലിയ വീരനാണെന്ന്. എന്റെ സെലക്ഷൻ എന്തായാലും മോശമായില്ല. അവൾ അനന്തനെ അടിമുടി ഒന്ന് ഒഴിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അനന്തൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. വീണ്ടും തുടങ്ങിയോ നീ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറ. എനിക്ക് നിന്റെ കൊഞ്ചലും കണ്ടിങ്ങനെ നിന്നാ പോരാ. അനന്തൻ സ്വരം കടിപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട സൈരന്ധ്രിയുടെ ഭാവം പെട്ടെന്ന് മാറി. അവൾ നിറമിഴികളോടെ അനന്തനോട് പറഞ്ഞു, എനിക്ക് ആ മാന്ത്രിക ജലം, അതിന്റെ സവിശേഷത എല്ലാം അതിന്റെ ഏറ്റവും ഉയർന്ന അളവിൽ അനുഭവിക്കണം, ഒട്ടും നേർപ്പിക്കാതെ. അങ്ങനെയല്ലേ നീയും കുടിച്ചിട്ടുണ്ടാവുക? എന്നിട്ട് സാധാരണക്കാർക്ക് നൽകുമ്പോഴല്ലേ ആവശ്യത്തിന് നേർപ്പിക്കുന്നത്? എനിക്ക് ആ ജലം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ വേണം. സൈരന്ധ്രിയുടെ ആവശ്യം അറിഞ്ഞ അനന്തൻ അവളോട് ഇങ്ങനെ പറഞ്ഞു. നിനക്കത് യഥാർത്ഥ ക്വാളിറ്റിയിൽ തന്നെ വേണമല്ലേ? ശരി, ആയിക്കോട്ടെ. പക്ഷെ അതിന് നല്ല വില കൂടുതലാണ്. കുഴപ്പമില്ല, നീ എന്നെ മത്സരത്തിലൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതല്ലേ, നിനക്ക് ഞാൻ ഡിസ്കൗണ്ട് തരാം. അനന്തൻ പറഞ്ഞത് കേട്ട സൈരന്ധ്രിക്ക് സന്തോഷം അടക്കാനായില്ല. അവൾ അവനോട് നന്ദി പറഞ്ഞു. ശേഷം അവന്റെ അടുത്തേക്ക് അല്പം കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഒരു കാര്യം കൂടി നിന്നെ ഓർമ്മിപ്പിക്കാനുണ്ട്. ദേവയാനിയെയും ബ്രഹ്മദത്തനെയും കൊന്നതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ബ്രഹ്മദത്തൻ നിസ്സാരക്കാരനല്ല. അയാൾക്ക് പിന്നിൽ ഒരുപാട് പേരുണ്ട്. വടക്കേ മഠം കളരി പരമ്പരയിലെ ശ്രേഷ്ഠനായ മഹാഗുരുവായിരുന്നു ബ്രഹ്മദത്തൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാജപരമ്പര. തീർച്ചയായും അയാളുടെ മരണം അറിഞ്ഞാൽ പലരും നിന്നെ തേടിയെത്തും. അതുകൊണ്ട് കരുതിയിരിക്കണം എപ്പോഴും. അത് പറയുമ്പോൾ സൈരന്ധ്രിയുടെ കണ്ണുകളിൽ ഭയം നിറയുന്നത് അനന്തൻ കണ്ടു. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അകത്ത് മീറ്റിങ്ങിന് കണ്ട എല്ലാവർക്കും അറിവുള്ളതാണ്. പക്ഷെ അവരിൽ ആരും തന്നെ തന്നോട് ഇത് പറയാൻ തയ്യാറായില്ല എന്നവൻ ഓർത്തു. ഒരുപക്ഷെ അത് അവരുടെ വിഷയമല്ലായിരിക്കാം. അല്ല എങ്കിൽ ഇത് തന്നോട് പറയുമ്പോൾ തന്റെ പ്രതികരണം എന്താവും എന്ന് ഭയന്നിട്ടുമാവാം. എന്തൊക്കെയായാലും തന്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അവൾ ഇത് അറിയിച്ചത് എന്ന് ഓർത്തപ്പോൾ അനന്തന് അവളോട് അല്പം അലിവ് തോന്നി. വടക്കേ മഠം അല്ലേ? ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. സൈരന്ധ്രിക്ക് പക്ഷെ അവന്റെ മറുപടിയിൽ അതിശയമാണ് തോന്നിയത്. കാരണം എപ്പോഴും തന്നെ അവഗണിക്കുകയും തന്നോട് ദേഷ്യപ്പെടുകയും മാത്രം ചെയ്യുന്ന അനന്തൻ ഇങ്ങനെ സൗമ്യമായി തന്നോട് മറുപടി പറയുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചില്ല. അവൾ കരുതിയത് തന്റെ കാര്യങ്ങളിൽ വെറുതെ ഇടപെടരുതെന്നോ തന്നെ പറ്റി ഇത്രയ്ക്ക് ചിന്തയും വേവലാതിയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തളർത്തുകയോ ആവും അവൻ ചെയ്യുക എന്ന്. അവൾക്ക് അവന്റെ മറുപടി കേട്ട് വളരെയധികം സന്തോഷം തോന്നി. എന്റെ പ്രിയതമൻ വെറും ദേഷ്യക്കാരൻ മാത്രമല്ല, കൊള്ളാം. അവളുടെ പെരുമാറ്റത്തിൽ വീണ്ടും ശൃംഗാരം കലർന്നപ്പോൾ ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് അനന്തന് മനസ്സിലായി. അപ്പോൾ ശരി, സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അനന്തൻ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഏയ്, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? അവൾ ചോദിച്ചു. അതിന്റെ ഒരു ആവശ്യമില്ല. ഞാൻ ഇവിടേക്ക് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ തിരികെ പോയിക്കോളാം. പിന്നെ നീ നിന്റെ കാര്യം നോക്ക്. ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നതല്ലേ. മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിച്ച് സമയം കളയാതെ നീ ജോലി തീർത്ത് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അനന്തൻ പറഞ്ഞത് കേട്ട് സൈരന്ധ്രി അവനെ കൂർപ്പിച്ചു നോക്കി. ഞാൻ തനിച്ചു പോയി കിടന്നുറങ്ങിയാ മതിയോ, അതോ താനും എന്നോടൊപ്പം ഉറങ്ങാൻ വരുന്നോ? ഇനി എത്ര നാള് കാത്തിരിക്കണം ഞാൻ തന്റെ ഒപ്പം തന്റെ നെഞ്ചിൽ തലചായ്ച്ചുറങ്ങാൻ? അവളുടെ ആ അസ്ഥാനത്തുള്ള ചോദ്യം കേട്ട അനന്തൻ കണ്ണു മിഴിച്ച് ചുറ്റും നോക്കി ആരും കേട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അവൻ വേഗം അവിടെ നിന്ന് പോയി. അനന്തന്റെ മുഖത്തെ ഭാവം കണ്ട സൈരന്ധ്രി വാ പൊത്തി കൊലുന്നനെ ചിരിച്ചു.
അനന്തൻ അന്ന് അവിടെ നിന്നും തിരിച്ച് വീട്ടിലെത്തിയ സമയം കൊണ്ട് തന്നെ ആ നാട്ടിലാകെ ഈ വിശേഷങ്ങൾ പടർന്നിട്ടുണ്ടായിരുന്നു. അനന്തന്റെ നാട്ടുകാരിൽ ചിലരും ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ, ആലത്തൂര് തിരുദിനത്തിന് എന്തൊക്കെ മേളമായിരുന്നു ഇക്കൊല്ലം നടന്നതെന്ന്? ആന്നേ, ഇത്തവണ 2 പേരാ മരിച്ചു വീണെന്ന് കേട്ടത്. മരണൊക്കെ സ്വാഭാവികല്ല അവിടെ. അതിരിക്കട്ടെ, ആരൊക്കെയാണ് ഇത്തവണ തീർന്നത്? നമ്മുടെ കൈമൾ ഗ്രൂപ്പില്ലേ, അതിന്റെ ഓണർ ദേവയാനി കൈമള്, പിന്നെ ആ മഹാഗുരു ബ്രഹ്മദത്തൻ. ദൈവമേ, ബ്രഹ്മദത്തനെയൊക്കെ കൊല്ലാൻ മാത്രം ആരാ അത്ര ശക്തിശാലി? ആരാ ചെയ്തതെന്നറിഞ്ഞോ? ഇല്ലെന്നേ, അത് മാത്രം ആർക്കും അറിയില്ല. പുതിയൊരു പയ്യനാണ് എന്ന് മാത്രം അറിഞ്ഞു. പയ്യനോ? ഇതെന്താ പിള്ളേരുകളിയാണോ? അതല്ലേ രസം. കഴിഞ്ഞ വർഷമൊന്നും ആ പയ്യനെ ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ആരാണ് എന്നും ആർക്കും അറിയില്ല. ചെറിയ പയ്യനായതുകൊണ്ട് ആദ്യം ഒന്നും ആരും അത്ര ഗൗനിച്ചില്ലെന്നേ. പക്ഷെ പിന്നീട് അവിടെ നടന്നതൊക്കെ കേട്ടാ ആരും വിശ്വസിക്കില്ല. ആകാശത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടു, പിന്നെ അരുവി മുഴുവൻ വറ്റിപ്പോയി, ജലപ്പിശാചുക്കൾ ആളുകളെ പിടിച്ച് നദിയിലെറിഞ്ഞു. അങ്ങനെ അങ്ങനെ കുറെ ഉണ്ട് കഥകള്. ഇതിന്റെയൊക്കെ പകുതി വിശ്വസിച്ചാ മതി. വലിയ പണക്കാര് മാത്രം പങ്കെടുക്കുന്ന പരിപാടിയല്ലേ. അവര് 4 ആൾ അറിയാൻ വേണ്ടി പടച്ചു വിടുന്ന കഥകളാവുമെല്ലാം. ഭാർഗവ ഗ്രൂപ്പ് പുതിയ മരുന്ന് പരീക്ഷണത്തിലാണ് എന്നും കേട്ടു. ഇന്ന് അതിന്റെ ചർച്ചകളും അവിടെ നടന്നത്രേ. ആ മരുന്ന് കഴിച്ചാ പിന്നെ ജീവിതത്തിൽ ഒരു രോഗവും വരില്ലെന്നാ അവർ അവകാശപ്പെടുന്നത്. അതേതാ അങ്ങനൊരു മരുന്ന്? മരുന്നിന്റെ പേരെന്താ? മേദിനി ധാര. ആ പേര് കേട്ട ആളുകളെല്ലാം ഒരു വിചിത്ര ഭാവത്തിൽ പരസ്പരം നോക്കി. അധ്യായം 85. അന്നത്തെ ദിവസം തീരും മുൻപ് തന്നെ ആലത്തൂരിലെ വിശേഷങ്ങൾ മുഴുവനും കാട്ടുതീ പോലെ നാടാകെ പടർന്നു. അവിടുത്തെ കഥകൾക്കൊപ്പം ഭാർഗവ ഗ്രൂപ്പ് മേദിനി ധാര എന്ന പേരിൽ ഒരു പുതിയ മരുന്ന് ബിസിനസ് കൂടി ആരംഭിക്കുന്നുണ്ട് എന്ന വാർത്ത കൂടി ജനങ്ങൾ ചർച്ച ചെയ്തു. മാർക്കറ്റിൽ എത്തും മുൻപ് തന്നെ പല വലിയ ആൾക്കാരും മേദിനി ധാര ഓർഡർ ചെയ്തു. പുതിയ ഓർഡറുകൾ എടുക്കുന്നില്ല എന്ന് സെയിൽസ് തുടങ്ങും മുൻപേ അനൗൺസ് ചെയ്യേണ്ടി വന്നു. വലിയ ബിസിനസ് ഗ്രൂപ്പിലുള്ളവർ മുതൽ മാറാ രോഗങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്നവർ വരെ ആ മരുന്നിന് വേണ്ടി ക്യൂ നിന്നു. സാധാരണ പുതിയൊരു സാധനം ആദ്യമായി വിപണിയിലെത്തുമ്പോൾ പലതരത്തിലായിരിക്കും അതിന്റെ ഭാവി. ചിലപ്പോൾ ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ പരസ്യങ്ങൾ കണ്ട് ഭ്രമിച്ചുകൊണ്ട് എല്ലാവരും ഓടി നടന്നു വാങ്ങി എന്നിരിക്കും. ശേഷം അതിന്റെ ഗുണം വിചാരിച്ചതുപോലെയൊന്നുമല്ല എന്ന് കാണുമ്പോൾ പിന്നെ അതിന്റെ ഡിമാൻഡ് കുറയും. അതുപോലെ തന്നെ ആദ്യമൊന്നും വിപണിയിൽ തീരെ ഡിമാൻഡ് ഇല്ലാതിരുന്ന വസ്തു കുറച്ചു നാൾ കഴിഞ്ഞ് ആളുകൾ അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നന്നായി വിറ്റുപോകുന്നതും കാണാം. എന്നാൽ ഇവിടെ അനന്തന്റെ മരുന്ന് ആദ്യം പരസ്യം കണ്ടാണ് എല്ലാവരും വാങ്ങാൻ ക്യൂ നിന്നത് എങ്കിലും ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയതിനു ശേഷം ഒരു പരസ്യവും ഇല്ലാതെ തന്നെ വളരെയധികം ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഉപയോഗിക്കുന്നവരിൽ വളരെ വേഗം റിസൾട്ട് അറിയാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ഏവരും പ്രതീക്ഷിച്ചതിലും വേഗത്തിലായിരുന്നു ഈ മരുന്നിന്റെ വളർച്ച. അടുത്ത ദിവസം രാവിലെ അനന്തനും അരുന്ധതിയും സാധാരണ പോലെ തന്നെ കോളേജിലേക്ക് പോയി. അവിടെയെല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ ഒന്ന് മാത്രം മാറിയിട്ടുണ്ട്. കൃഷ്ണപ്രിയ. അവൾക്ക് ചുറ്റിനും പയ്യന്മാരുടെ വലയമായിരുന്നു. ഇത്രയും നാൾ ആരോടും മിണ്ടാതെ ഒതുങ്ങിക്കൂടിയിരുന്ന അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം. അതിനോട് പൊരുത്തപ്പെടാൻ അവൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി. അവൾ എങ്ങനെയെങ്കിലും തന്റെ സീറ്റിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അവരെല്ലാവരും അവളെ തടഞ്ഞു നിർത്തി കിന്നാരം ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഗ്ലാമർ ആയത്? ബ്യൂട്ടി സീക്രട്സ് ഒന്ന് പറയുമോ എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും അവളെ വലച്ചു. പക്ഷെ പെട്ടെന്ന് അവളെ തടഞ്ഞു നിന്ന പയ്യന്മാരെല്ലാം മര്യാദ രാമന്മാരായി അവരവരുടെ സീറ്റിലേക്ക് പോകുന്നത് കണ്ട് കൃഷ്ണപ്രിയ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ക്ലാസിന്റെ വാതിൽക്കൽ ചാരി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അനന്തനെ അവൾ കണ്ടു. അവനെ പേടിച്ചാണ് എല്ലാവരും ഒഴിഞ്ഞു മാറിപ്പോയത്. അവൾ വിറയാർന്ന സ്വരത്തിൽ അവനെ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് അനന്ത. ഗുഡ് മോർണിംഗ് പ്രിയ. അവനും തിരിച്ച് വിഷ് ചെയ്തു. സീറ്റിൽ ബാഗ് കൊണ്ടുവയ്ക്കുന്നതിനൊപ്പം അവൾ അവനോട് പറഞ്ഞു, അനന്ത, അച്ഛൻ അനന്തനോടൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിരുന്നു. അന്ന് അനന്തൻ പാർട്ടിക്ക് വീട്ടിൽ വന്നിട്ട് തിരികെ പോവാൻ നേരം അനന്തനോട് എന്തോ മോശമായിട്ട് സംസാരിച്ചു എന്ന് അച്ഛൻ പറഞ്ഞു.
അതില് അച്ഛനിപ്പോ നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് അച്ഛന് അനന്തനോടൊന്ന് നേരിട്ട് കണ്ട് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞു. അവൾ അല്പം വിഷമത്തോടെയാണ് പറഞ്ഞത്. പക്ഷേ അവൾ പറയുന്നത് കേട്ട് അനന്തന് ചിരിയാണ് വന്നത്. അവൻ അത് അവൾ കാണാതെ അടക്കി പിടിച്ചു. ജലന്ധരന് എന്താണ് പറ്റിയതെന്ന് അനന്തന് നല്ല ധാരണയുണ്ടല്ലോ. അന്ന് അയാളെ അവിടെ നിന്നും ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയതിനു ശേഷം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അയാൾ തീർച്ചയായും അറിഞ്ഞിട്ടുണ്ടാകും. മഹാഗുരു ബ്രഹ്മദത്തനെയും ദേവയാനിയെയും താൻ വകവരുത്തി എന്നറിഞ്ഞ അയാൾക്ക് താൻ വളരെയധികം അപകടകാരിയാണ് എന്നും തോന്നിയിട്ടുണ്ടാകും. അതാണ് ഇപ്പോൾ ഈ മാനസാന്തരവും ക്ഷമ പറയാനുള്ള ആഗ്രഹവും. അനന്തൻ മനസ്സിൽ ചിരിച്ചു. അതേസമയം മറ്റൊരു കാര്യം കൂടി അനന്തൻ ചിന്തിച്ചു. അയാളെ സംബന്ധിച്ച് അയാൾ കണ്ടുവെച്ച 3 ഭാവി മരുമകന്മാരെക്കാളും നല്ല ഓപ്ഷൻ താനാണ് എന്ന് അയാൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകും. തന്റെ ശക്തി തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് താനുമായിട്ടുള്ള ബന്ധം വളർത്താനേ അയാൾ ശ്രമിക്കും. ആ നിലയ്ക്ക് മകളെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കുകൂട്ടി അനന്തൻ കൃഷ്ണപ്രിയയോട് ഇങ്ങനെ പറഞ്ഞു. ഇല്ല പ്രിയെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. താൻ അച്ഛനോട് പറഞ്ഞാൽ മതി, എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന്. ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ? അനന്തൻ എന്താണെന്ന് അവളെ പുരികമുയർത്തി നോക്കി. അനന്തന് എന്റെ അച്ഛനെ ചികിത്സിക്കാമോ? അവൻ അതിന് എന്ത് മറുപടി പറയണമെന്ന് കുറച്ചു നേരം ആലോചിച്ചു. അച്ഛനെന്താ പറ്റിയത്? അന്നേരം അങ്ങനെ ചോദിക്കാനാണ് അനന്തന് തോന്നിയത്. ഇന്നലെ അച്ഛൻ വളരെ മോശം അവസ്ഥയിലാണ് വീട്ടിലേക്ക് വന്നത്. ദേഹമാസകലം മുറിവും ചതവും. എന്റെ അസുഖം മാറ്റിയത് നീയല്ലേ, അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്. എന്റെ അച്ഛനെ കൂടി സുഖപ്പെടുത്തി തരുമോ? അനന്തൻ കുറച്ചു നേരം ചിന്തിച്ചു. ഇത് കൃഷ്ണപ്രിയയുടെ മാത്രം ആവശ്യമായിരിക്കുമെന്ന് അനന്തൻ ഉറപ്പാണ്. ജലന്ധരന്റെ സ്വഭാവം അനുസരിച്ച് ഇനി എത്ര വേദന സഹിക്കേണ്ടി വന്നാലും തന്നോട് സഹായം ആവശ്യപ്പെടില്ല എന്ന് അവൻ ഉറപ്പാണ്. അച്ഛൻ എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ എന്റെ ഡിസ്പെൻസറിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ മതി. അവിടെ അത്യാവശ്യം ഡോക്ടേഴ്സും സൗകര്യങ്ങളും ഒക്കെയുണ്ട്. അത്രയും പറഞ്ഞിട്ട് അനന്തൻ ഇനി തുടർന്നുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. അന്നത്തെ ദിവസം വൈകുന്നേരം കോളേജ് വിട്ടപ്പോൾ കൃഷ്ണപ്രിയ അനന്തന്റെ അടുത്തേക്ക് വന്നു. അനന്ത, താനിന്ന് എന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നോ? ഡിന്നർ അവിടെ നിന്നാവാം. അച്ഛൻ കാർ അയച്ചിട്ടുണ്ട്. വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഇന്നെന്താ പ്രത്യേകത? ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്യാം. അനന്തൻ അത് ചോദിച്ചു തീരുന്നതിന് മുൻപ് തന്നെ അവളുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഈ കോളേജിൽ നിന്ന് പോവാ. എന്താ, നിന്റെ അച്ഛനാണോ തീരുമാനിച്ചത്? അനന്തൻ ചോദിച്ചു. അത് അച്ഛൻ ഇന്നലെ രാത്രിയാണ് പറഞ്ഞത്. ഞാനിപ്പോ അച്ഛന്റെ ഒപ്പം ചെന്നില്ലെങ്കിൽ അച്ഛൻ എന്നേക്കുമായിട്ട് എന്നെ വിട്ട് ഇവിടെ നിന്ന് പോയി കളയും. അനന്തൻ ഗൗരവപൂർവം അവൾ പറയുന്നത് കേട്ടു. നിന്റെ അച്ഛനല്ലേ വിളിക്കുന്നത്, നീ കൂടെ ചെല്ല്. അത് തന്നെയാണ് നല്ലത്. അനന്തൻ പറഞ്ഞത് കേട്ട് അവൾ അടക്കി വെക്കാനാവാതെ വിതുമ്പി കരഞ്ഞു. ഞാൻ എന്തിനാ പോകുന്നതെന്ന് നീ ചോദിച്ചില്ലല്ലോ. അനന്ത, ഞാനിപ്പോ ഇവിടെ നിന്ന് പോയാ പിന്നെ നമ്മൾ ഒരിക്കലും കണ്ടുവെന്ന് വരില്ല. പ്ലീസ്, എന്നെ എങ്ങനെയും ഒന്ന് സഹായിക്കേ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അനന്തന് നന്നായിട്ടറിയാം അവളുടെ മനസ്സിൽ തനിക്ക് എത്ര വലിയ സ്ഥാനമാണ് ഉള്ളത് എന്ന്. താൻ മാത്രമാണ് അവൾക്ക് ആകെയുള്ളൊരു ഫ്രണ്ട്. അതും അവളെ എല്ലാവരും അവഗണിച്ച സമയത്ത് പോലും ചേർത്ത് പിടിച്ച സുഹൃത്ത്. അവളുടെ ഹൃദയത്തിൽ തീർച്ചയായും തനിക്ക് വലിയൊരു സ്ഥാനം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് അനന്തൻ ഓർത്തു. പക്ഷേ അവൻ ഗൗരവം വിടാതെയാണ് അവളോട് സംസാരിച്ചത്. ഈ ലോകം ഒത്തിരി വലുതാണ്. പക്ഷേ എത്ര ദൂരത്തേക്കാണ് നീ പോകുന്നതെങ്കിലും വീണ്ടും കണ്ടുമുട്ടാൻ വിധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഇനി അഥവാ നമുക്ക് നമ്മുടെ സൗഹൃദം തുടരാൻ യോഗമില്ലെങ്കിലോ നമ്മൾ തൊട്ടടുത്ത വീടുകളിൽ താമസിച്ചാൽ പോലും പരസ്പരം നമുക്ക് തമ്മിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും. അനന്തൻ പറഞ്ഞത് കേട്ട കൃഷ്ണപ്രിയ ഇനി തനിക്കൊന്നും പറയാനില്ല എന്ന ഭാവത്തിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അവൾ കാറിൽ കയറുന്നതിനിടെ ഒരു തവണ പോലും തിരിഞ്ഞു നോക്കിയില്ല. അവൻ കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പരിചിതമായ ഒരു മുഖം കണ്ടു. സുരഭി. അവൾ തന്നെ കാത്താണ് നിൽക്കുന്നത് എന്ന് അവന് മനസ്സിലായി. വലിയ പരിചയഭാവം പോലും കാണിക്കാതെ അവൻ മുന്നോട്ട് നടന്നു. അനന്ത, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. തന്നെ ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്ന അനന്തന്റെ പിന്നാലെ ചെന്ന് അവൾ പറഞ്ഞു. എനിക്കിപ്പോ വെറുതെ കളയാൻ സമയമില്ല. അവൻ നടത്തം തുടർന്നു. നിന്റെ അച്ഛനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും നിനക്ക് കേൾക്കാൻ സമയമില്ലേ? അവൾ ചോദിച്ചത് കേട്ട അനന്തൻ പെട്ടെന്ന് നടത്തം നിർത്തി. അത് കണ്ട സുരഭിയുടെ ചുണ്ടിൽ
ഒരു വിജയ ചിരി തെളിഞ്ഞു. അവൾക്ക് നന്നായിട്ടറിയാം അനന്തന്റെ ദൗർബല്യം എന്താണ് എന്ന്. ഇനി അവൻ തനിക്ക് പറയാനുള്ളത് മുഴുവൻ ക്ഷമയോടെ കേൾക്കുമെന്നും അവൾക്കറിയാം. നിന്റെ അച്ഛനിപ്പോ ആ പഴയ ക്ലിനിക്ക് വീണ്ടും ഏറ്റെടുത്തു. നല്ല കാര്യം. നീ കോമയിൽ നിന്ന് എഴുന്നേറ്റു. ആ ക്ലിനിക്കും തിരികെ ലഭിച്ചു. ജീവിതം പിന്നെയും 2 വർഷം പിന്നിലോട്ട് നീങ്ങിയല്ലേ. എവിടെ വെച്ച് തകർന്നുവോ അവിടെ നിന്ന് വീണ്ടും. കൊള്ളാം, എല്ലാം നല്ലത് തന്നെ. പക്ഷെ നിന്റെ അച്ഛൻ ഇപ്പോ ഒരു ഡോക്ടറായി പ്രവർത്തിക്കാൻ വേണ്ട ലൈസൻസ് ഇല്ല. നിയമപരമായ ആരെയും ചികിത്സിക്കാൻ നിന്റെ അച്ഛൻ അധികാരമില്ല. റെക്കോർഡിക്കലി ആളിപ്പോ ഒരു ആയുർവേദ ഡോക്ടർ പോലും അല്ല. സകലകലാവല്ലഭനായ ഈ മകന് ഇതിനെക്കുറിച്ചൊക്കെ വല്ലപ്പോഴും ചിന്തിച്ചുകൂടെ? അവൾ പരിഹസിച്ച് ചോദിച്ചു. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? വളച്ചു ചുറ്റാതെ കാര്യത്തിലേക്ക് വാ. അനന്തൻ പറഞ്ഞു. ഞാൻ നിന്നെ കാണാൻ വന്നത് നിങ്ങൾക്ക് കൂടെ ഗുണമുള്ളൊരു കാര്യത്തിനാണ്. നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നിന്റെ അച്ഛന് ഒരു പുതിയ ലൈസൻസ് എടുത്തു കൊടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്നറിയാലോ. നീ ഇപ്പോ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ മനസ്സ് കാണിച്ചാൽ അതൊക്കെ എളുപ്പം നടത്താവുന്നതേ ഉള്ളൂ. സുരഭി താളത്തിൽ പറഞ്ഞു നിർത്തി. അനന്തന് കാര്യം വ്യക്തമായി. വെറുതെ അച്ഛന് ലൈസൻസ് ഇല്ല എന്ന് തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം അവൾ ഇതുവരെ വരില്ലല്ലോ. എന്താണ് കാര്യം എന്ന മട്ടിൽ അനന്തൻ അവളെ നോക്കി. സുരഭി മുഖപുരി ഒന്നും കൂടാതെ തന്നെ പറഞ്ഞു. ഭാർഗവ ഗ്രൂപ്പ് പുതിയൊരു മരുന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. നിനക്കും അറിയുമായിരിക്കും. ആയുർവേദിക് ഫീൽഡിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കല്ലേ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ. മേദിനി ധാര, അതാണ് ആ മരുന്നിന്റെ പേര്. നീയും ഭാർഗവ ഗ്രൂപ്പുമായി നല്ല ബന്ധത്തിലാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പല്ലവി ഭാർഗവനൊക്കെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. നീ ഞങ്ങളുടെ ഹോസ്പിറ്റലിന് വേണ്ടി ആ മരുന്നിന്റെ ഓർഡർ കൊടുക്കുമെങ്കിൽ ഞാൻ നിന്റെ അച്ഛന്റെ ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാം, അവൾ പറഞ്ഞു. അവന് സുരഭിയുടെ സംസാരം കേട്ടിട്ട് അല്പം മതിപ്പൊക്കെ തോന്നി. കാരണം കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ അവൾ ബിസിനസിനെ കുറിച്ച് വളരെ നന്നായി തന്നെ പഠിച്ചിരിക്കുന്നു. നല്ല എക്സ്പീരിയൻസ് ഉള്ള 30-40 വയസ്സുള്ള ആളുകൾ പോലും ബാർഗെയിൻ ചെയ്യാൻ കഴിയാതെ പെട്ടുപോകാറുണ്ട് ചില സമയങ്ങളിൽ. ഇവിടെ സുരഭിയും താനുമായിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവൾ ഒരു ആവശ്യം വന്നപ്പോൾ എത്ര ആത്മവിശ്വാസത്തോടെയാണ് തന്നോട് വില പേശുന്നത്. തന്നെ കാശ് തന്ന് വീഴ്ത്താമെന്ന് വ്യാമോഹിക്കാതെ അച്ഛന്റെ ലൈസൻസ് തന്നെ എറിഞ്ഞു കളിച്ച അവളുടെ ബുദ്ധി അപാരം തന്നെ. അനന്തൻ ഓർത്തു. പക്ഷേ സുരഭി മിടുക്കിയാണെങ്കിലും അവളുടെ തന്ത്രം ഇവിടെ വില പോകില്ല. ഇത്രയൊക്കെ ഞങ്ങൾക്കെതിരെ ചെയ്തു കൂട്ടിയിട്ടും ഞാൻ നിങ്ങളെയും നിങ്ങളുടെ ഹോസ്പിറ്റലിനെയും ഹെൽപ്പ് ചെയ്യുമെന്ന് നീ മനക്കോട്ട് കെട്ടിയോ? കഷ്ടം. ഒരു കാര്യത്തിലും നന്ദിയുണ്ട് നിന്നോട്. നിങ്ങളൊക്കെ കൂടിയാണ് എന്റെ അച്ഛന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യിപ്പിച്ചതിന്റെ പിന്നിലെന്ന് എന്നെ ഇപ്പൊ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചില്ലേ അതിന്. അനന്തന്റെ മറുപടി കേട്ട സുരഭി ഞെട്ടലോടെ അവനെ നോക്കി. അവൾക്ക് ഉറപ്പായിരുന്നു അനന്തൻ തീർച്ചയായും അവളുടെ ആവശ്യം അംഗീകരിക്കുമെന്ന്. അവന്റെ അച്ഛന്റെ കാര്യം മുന്നിൽ വെച്ച് സംസാരിച്ചാൽ അവൻ പിന്നെ എതിർക്കില്ല എന്നാണ് അവൾ കരുതിയത്. പക്ഷേ അവന്റെ ഉള്ളിൽ ഇത്രത്തോളം വാശിയും സെൽഫ് റെസ്പെക്റ്റും ഉണ്ട് എന്ന് അവൾ തീരെ കരുതിയില്ല. പക്ഷേ അവൾക്ക് വിട്ടുകൊടുക്കാൻ തീരെ നിർവാഹമുണ്ടായിരുന്നില്ല. കാരണം ഈ മരുന്ന് കിട്ടിയില്ല എങ്കിൽ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അവൾ രണ്ടും കൽപ്പിച്ച് അനന്തന്റെ വഴി തടഞ്ഞു. അച്ഛന്റെ ലൈസൻസ് വിഷയത്തിൽ അനന്തനെ കുരുക്കാൻ സുരഭിക്ക് അധ്യായം 86. ഭാർഗവ ഗ്രൂപ്പ് മാർക്കറ്റ് ചെയ്യുന്ന പുതിയ മരുന്ന് വാങ്ങാനായി അനന്തന്റെ സഹായം ചോദിച്ച സുരഭിയോട് അവൻ പറ്റില്ല എന്ന് തീർത്തു പറയുന്നു. അച്ഛന്റെ ലൈസൻസിനെ പറ്റി പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് പോലും അനന്തൻ വീഴുന്നില്ല എന്ന് കണ്ട സുരഭിക്ക് ദേഷ്യം വന്നു. അവൾ അനന്തന്റെ വഴി തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. നീ ആരാന്നാ കരുതിയേ? ഒരു ചെറിയ ആവശ്യം പറഞ്ഞപ്പോ നിനക്ക് ഇത്ര അഹങ്കാരോ? വെറുതെ ഒന്നും അല്ലല്ലോ, പകരം നല്ല ഓഫർ അങ്ങോട്ട് തന്നിട്ടല്ലേ. നിനക്ക് വലിയ സാമർഥ്യമൊക്കെ ഉണ്ടാവും, പക്ഷേ അതുകൊണ്ട് എല്ലാം ആയിന്ന് ധരിക്കരുത്. ഇവിടെ നിന്റെ അച്ഛന് ക്ലിനിക്ക് നടത്തണമെങ്കിൽ അതിന് നിന്റെ ഗുണ്ടായുസം മാത്രം പോരാ, നിയമപരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എങ്ങനെയെങ്കിലും ലൈസൻസ് ഒപ്പിച്ചു കൊടുക്കാൻ ഒരു അവസരം വന്നപ്പോ അവന് ദുരഭിമാനവും അഹങ്കാരവും മാത്രം. കഷ്ടം തന്നെ. നീ അയാളുടെ മോനല്ലേ? നിനക്ക് നിന്റെ അച്ഛനേക്കാളും വലുത് നിന്റെ ഈഗോ ആണോ? നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും എങ്ങനെയെങ്കിലും അച്ഛനെ സഹായിക്കാനുള്ള വഴി മാത്രമേ ചിന്തിക്കൂ. ആർക്കും ചെയ്തുമില്ലാത്തൊരു ഉപകാരമായിട്ട് പോലും നിനക്ക് ചെയ്തു തരാൻ വയ്യ. നീ നിന്റെ കോംപ്ലക്സും വെച്ചുകൊണ്ട് അവിടെ ഇരുന്നോ. ഈ ഒരു സഹായം ചെയ്തു തരുന്നതിലൂടെ നീയും നിന്റെ കുടുംബവുമായിട്ടുള്ള ശത്രുതയും തീർന്നേനെ. നിന്റെ അച്ഛന്റെ ചിരകാല ദുഃഖം ചിലപ്പോ നിനക്ക് പരിഹരിക്കാൻ സാധിച്ചിരുന്നേനെ. അതിനെങ്ങനെയാ നിനക്ക് പ്രശ്നങ്ങൾ തീർക്കാനല്ലല്ലോ, ഉണ്ടാക്കാനല്ല ഇഷ്ടം.
നിന്റെ ആ കുഞ്ഞു ക്ലിനിക്ക് ഞങ്ങളുടെ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന് എതിർത്തുകൊണ്ട് നന്നായി നടത്താൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? എപ്പോഴും നിന്റെ ഭാർഗവൻ മുതലാളിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല, പ്രത്യേകിച്ച് ഞങ്ങൾക്കെതിരെ കളിക്കുമ്പോൾ. അത് ഓർത്തോ നീ? സുരഭി ഉറഞ്ഞു തുള്ളുകയാണ്. അനന്തൻ അവളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചതായതുകൊണ്ട് തന്നെ അവനിൽ വലിയ ഭാവമാറ്റമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവൾ അവസാനം പറഞ്ഞ ഡയലോഗ് കേട്ട് അവൻ നെറ്റി ചുളിച്ച് അവളെ നോക്കി. അത് ശരി, നീ പറയുന്നത് നിന്റെ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ഭാർഗവ ഗ്രൂപ്പിനേക്കാളും വലുതാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവരെന്താ നിങ്ങളുമായി ബിസിനസ് ഡീലിനൊന്നും തയ്യാറാവാത്തത്? അവരൊരു കാര്യത്തിന് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നതോ നിങ്ങളെ പിന്തുണയ്ക്കുന്നതോ കണ്ടിട്ടില്ലല്ലോ. അതെന്താ അങ്ങനെ? അത് അവർക്ക് ഞങ്ങളോട് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ ഞങ്ങൾ അവരെക്കാളും ചെറുതായത് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഞങ്ങൾക്ക് ഈ പുതിയ മെഡിസിൻ തരാത്തതും. ഞങ്ങളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. സുരഭി പറയുന്നത് കേട്ട് അനന്തന് ചിരി വന്നു. സത്യത്തിൽ ആ പുതിയ മെഡിസിൻ അനന്തന്റെ സ്വന്തമാണ് എന്നും അവന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ ഓർഡർ ഒന്നും സ്വീകരിക്കാത്തത് എന്നും അവൾക്കറിയില്ലല്ലോ. പിന്നെ നിന്നോട് ഒരു കാര്യം കൂടി അറിയിക്കാനുണ്ട്. അറിയാലോ, ഞങ്ങളുടെ ഹോസ്പിറ്റലിന് ഒരുപാട് ഡിസ്പെൻസറികളുമായി സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന്. അവർക്കൊക്കെ അതിൻ്റെതായ ബെനിഫിറ്റ്സും ഉണ്ട്. നിന്റെ അച്ഛന്റെ ഡിസ്പെൻസറി ഞങ്ങളുടെ സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ മാത്രമൊന്നും വളർന്നിട്ടില്ല. എന്നാലും നീ പറയുകയാണെങ്കിൽ എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ നിനക്ക് അതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സഹായിക്കാം. നാളെ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നാളെ രാവിലെ വണ്ടി അയക്കാം. സുരഭി പറഞ്ഞത് കേട്ട് അനന്തൻ അവളെ സൂക്ഷ്മമായി ഒന്ന് നോക്കി. എന്നാലും ഞാൻ നിങ്ങൾക്ക് ആ മരുന്നിന്റെ ഓർഡർ ശരിയാക്കി തരില്ല. അനന്തൻ പറഞ്ഞത് കേട്ട് സുരഭിയുടെ മുഖം നിമിഷ നേരം കൊണ്ടിരുണ്ടു. അവളുടെ അവസാന അടവിലും അവൻ വീണില്ല എന്ന് ബോധ്യമായ സുരഭിയെ നിരാശ മൂടി. അനന്തൻ അവിടെ നിന്ന് പോയതും അവൾ ആരെയോ ഫോണിൽ വിളിച്ചു. മറുതലയ്ക്കൽ ഹലോ കേട്ടതും സുരഭി സംസാരിച്ചു. ഇല്ല, ഒന്നും നടന്നില്ല. അവൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്റെ മാക്സിമം ശ്രമിച്ചതാ. മറക്കടമുഷ്ടി എന്ന് കേട്ടിട്ടില്ലേ? ആ, അത് തന്നെ. ഇനിയിപ്പോ നമ്മൾ സ്വർണം കൊണ്ട് ഒരു കൊട്ടാരം ഓഫർ ചെയ്താലും അവൻ നമ്മളെ സഹായിക്കില്ല. അവന്റെ മനസ്സിൽ അത്രയ്ക്ക് പകയുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഭാർഗവ ഗ്രൂപ്പ് ഈ മരുന്ന് വിപണിയിൽ എത്തിച്ചത് നമുക്കിട്ട് പണിയാൻ വേണ്ടി തന്നെയാ. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോ മെഡിക്കൽ ഫീൽഡിൽ കയറി കളിക്കേണ്ട കാര്യം എന്താ? ഇതെല്ലാം ആ ആലത്തൂരിലെ ഫംഗ്ഷന് ശേഷം ഉണ്ടായ മാറ്റം. നമ്മളും കൂടി അവിടെ വേണമായിരുന്നു. ബിസിനസ്സിലെ പുതിയ മാറ്റങ്ങൾ എന്താണ് എന്ന് ഇപ്പൊ ഒരു ഐഡിയ ഇല്ലാതെ ആയിപ്പോയി. വെറുതെ ഭാർഗവൻ ഇങ്ങനെ ഒരു കളി കളിക്കില്ലല്ലോ. ഇതിന് പിന്നിൽ ശക്തമായ ഒരു അജണ്ടയുണ്ട്, സുരഭി ഫോണിലൂടെ പറഞ്ഞു. മറുതലയ്ക്കിലുള്ള വ്യക്തി കുറച്ചു നേരം അവളുമായി സംസാരിച്ച ശേഷം ആ ഫോൺ കോൾ അവസാനിച്ചു. അന്ന് അനന്തൻ അരുന്ധതിയെയും കൂട്ടി ഡിസ്പെൻസറിയിൽ എത്തിയപ്പോൾ അവിടെയും വാസുദേവനെ കാണുന്നുണ്ടായിരുന്നില്ല. അനന്തൻ അതിൽ എന്തോ പൊരുത്തക്കേട് തോന്നി. 24 മണിക്കൂറും ക്ലിനിക്കിൽ തന്നെ ചിലവിടാൻ ആഗ്രഹിക്കുന്ന അച്ഛൻ ഇതിപ്പോ എവിടേക്കാണ് പോയത്? അനന്തൻ ആലോചിച്ചു. അവിടെ നിന്നൊരു വൈദ്യനോട് അനന്തൻ അച്ഛൻ എവിടെയെന്ന് തിരക്കി. അനന്തൻ കുഞ്ഞെ, സാറ് പുറത്തേക്ക് പോയതാ. ഇവിടേക്ക് എന്തൊക്കെയോ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അനന്തൻ കുഞ്ഞ് ടെൻഷൻ ആവണ്ട, സാറ് ഡ്രൈവറേയും കൂട്ടിയാ പോയിരിക്കുന്നത്. അയാൾ പറഞ്ഞത് കേട്ട് അനന്തൻ എന്തോ പന്തികേട് തോന്നി. കാരണം ക്ലിനിക്കിൽ ഇപ്പോൾ ആവശ്യത്തിലധികം സാധനങ്ങളുണ്ട്. മാത്രമല്ല രോഗികളും വളരെ കുറവാണ്. ഇതിപ്പോൾ ഇത്ര തിരക്കിട്ട് പോയി വാങ്ങേണ്ട എന്ത് സാധനമാണ് അച്ഛന് വേണ്ടതെന്നായിരുന്നു അവന്റെ ചിന്ത. അനന്തൻ വേഗം അച്ഛനെ ഫോൺ ചെയ്തു. സ്വിച്ച് ഓഫ് ആണ് എന്ന് കൂടി കേട്ടപ്പോൾ അവന്റെ നെഞ്ചു വല്ലാതെ വേഗത്തിൽ മിടിച്ചു. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് നാരായണ കൈമളിന്റെ ആളുകളെയാണ് ഓർമ്മ വന്നത്. ഇന്നലെ താൻ അവർക്ക് നൽകിയ അപമാനം അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ല. അതിന്റെ വൈരാഗ്യത്തിൽ അയാൾ കുടുംബത്തെ തൊട്ട് കളിക്കുമോ എന്നായിരുന്നു അനന്തന്റെ ഭയം. അനന്തൻ വേഗം ഭാർഗവനെ വിളിച്ച് കാര്യം പറഞ്ഞു. അനന്തൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനിപ്പോ തന്നെ കമ്മീഷണർ ഗണേശനെ വിളിച്ച് കാര്യം അറിയിക്കാം. സിറ്റിയിലെ സകല CCTV ക്യാമറകളും നമുക്ക് ചെക്ക് ചെയ്യാം. കൈമൾ ഗ്രൂപ്പിൽ ഉള്ളവർക്ക് തന്റെ കുടുംബത്തെ തൊട്ട് കളിക്കാനൊന്നും ഈ ധൈര്യം കാണില്ലടോ. താൻ ധൈര്യമായിരിക്കോ? എന്തെങ്കിലും വിവരം ലഭിച്ചാൽ വേഗം അറിയിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനന്തൻ ഫോൺ കട്ട് ചെയ്തു. അനന്തന് വല്ലാത്ത കുറ്റബോധം തോന്നി. പൂർണ്ണമായും ഇത് തന്റെ മാത്രം അശ്രദ്ധയാണ്. ചുറ്റിനും ഒരുപാട് ശത്രുക്കൾ ഉണ്ട് എന്നറിഞ്ഞിട്ടും അച്ഛനും അനിയത്തിക്കും സംരക്ഷണം നൽകാൻ താൻ മറന്നുപോയല്ലോ. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ദിവ്യഫലങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ഗുളിക നൽകിയപ്പോൾ താൻ സമാധാനിച്ചു, ഇനി അവർക്ക് ഒരു ആപത്തും വരില്ല എന്ന്. പക്ഷേ ഗുളിക കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്നുകൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട്
ഉടൻ തന്നെ കുറച്ച് പേഴ്സണൽ സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്യണം. അനന്തൻ ചിന്തിച്ചു. അരുന്ധതിക്ക് കാര്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് പൂർണ്ണമായ ധാരണ ലഭിച്ചിട്ടില്ല. കാരണം അനന്തൻ ആരാണെന്നോ അവന്റെ ഓരോ ദിവസവും എങ്ങനെയാണ് എന്നോ ഓരോ ദിവസവും അവന് എത്ര ശത്രുക്കൾ ഉണ്ടാകുന്നുണ്ട് എന്നോ ഒന്നും അവൾ അറിയുന്നില്ല. എന്നാലും അനന്തന്റെ ടെൻഷൻ കണ്ട് അവൾക്കും വല്ലാത്ത അസ്വസ്ഥത തോന്നി. അച്ഛന്റെ നമ്പറിലേക്ക് അവൾ തുടരെ തുടരെ വിളിച്ചു നോക്കി. കിട്ടാതെയായപ്പോൾ അകാരണമായ ഭയം അവളിലും പടർന്നു. പോലീസ് നാട് മുഴുവൻ തിരയുമെന്നറിയാം അനന്തന്. പ്രത്യേകിച്ച് ഭാർഗവൻ സാർ ഇടപെട്ട കേസ് ആയതുകൊണ്ട് പോലീസിന് ചൂട് കൂടും. അതിനിടെ തനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യത്തോടെ അനന്തൻ അരുന്ധതിക്കൊപ്പം ഇരുന്നു. അവളെയും കൂടി തനിച്ചാക്കി എങ്ങും പോകാൻ അവന് ധൈര്യമില്ലായിരുന്നു. കോമയിൽ നിന്ന് ഉണർന്നതിന് ശേഷം ആദ്യമായി അനന്തൻ നിസ്സഹായത എന്ന അവസ്ഥയിലൂടെ കടന്നുപോയി. ആദിശേഷന്റെ അവതാരം എന്നതിനപ്പുറം ഒരു സാധാരണ മനുഷ്യനായി മാറുകയായിരുന്നു അനന്തൻ അന്നേരം. അല്പനേരം കഴിഞ്ഞ് ഭാർഗവൻ സാറിന്റെ കോൾ വന്നതും അനന്തൻ വെപ്രാളത്തോടെ അത് അറ്റൻഡ് ചെയ്തു. വാസുദേവൻ സിറ്റിയിലെ ഒരു നല്ല ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിൽക്കുന്നുണ്ട് എന്ന് വിവരം ലഭിച്ചതായി അയാൾ അറിയിച്ചു. അപ്പോഴാണ് അനന്തന് ശ്വാസം നേരെ വീണത്. അനന്തൻ അത്രയേറെ ഭയന്നത് കാരണം അവൻ ഇപ്പോഴും തന്റെ നെഞ്ചിടിപ്പ് മാറിയിട്ടില്ല. നേരം ഇരുട്ടി തുടങ്ങുന്നത് കണ്ട് അനന്തൻ അരുന്ധതിയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. രാത്രി 11 മണി ആയതിനു ശേഷവും അച്ഛൻ വീട്ടിലെത്തിയിട്ടില്ല എന്ന് കണ്ട അനന്തന് ദേഷ്യം വന്നു. ഏറെ നേരമായി അവർ രണ്ടാളും കാത്തിരിക്കുന്നു. അച്ഛൻ എന്തിനാണ് ഇത്രയും വൈകുന്നത് എന്ന് ചിന്തിച്ച് സോഫയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്ത് വാസുദേവന്റെ ശബ്ദം കേട്ടത്. അരുന്ധതി ഓടിച്ചെന്ന് വാതിൽ തുറന്നു. അയാളുടെ ഇരു കൈകളിലും കവറുകൾ ഉണ്ടായിരുന്നു. പിന്നെ പുറത്ത് നല്ല മഴയായത് കാരണം ആകെ നനഞ്ഞു കുളിച്ചായിരുന്നു വരവ്. മക്കളെ, രണ്ടാളും ഉറങ്ങിയില്ലായിരുന്നോ? നേരം കുറെ ആയില്ലേ? അയാൾ ചോദിച്ചു. നേരം കുറെ ആയിന്ന് അച്ഛൻ അറിയാലേ. ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ പാതിരാത്രി വരെ എവിടെ പോയിരുന്നു? എവിടെയെങ്കിലും പോകുവാണോ എന്നോ വരാൻ ലേറ്റ് ആവുമെന്നോ ഒരു വാക്ക് പറഞ്ഞാൽ എന്താ? ചുറ്റിനും എന്തൊക്കെ അപകടങ്ങളാണുള്ളതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഏട്ടൻ അച്ഛനോട് ദേഷ്യപ്പെടുന്നത് അരുന്ധതി ആദ്യമായിട്ടാണ് കാണുന്നത്. അവൾ അനന്തനെ സമാധാനിപ്പിക്കാൻ നോക്കി. ഏട്ടാ, അച്ഛനോട് എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നത്? അച്ഛന് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങ് വന്നില്ലേ? അല്ലേ തന്നെ അച്ഛൻ ഇത്രയും നാളും ടാക്സി ഡ്രൈവർ ആയിരുന്നല്ലോ. ആ അച്ഛനാണോ രാത്രി ട്രാവൽ ചെയ്യാൻ പാട്? അരുന്ധതി ചോദിച്ചു. മുൻപത്തെ പോലെയല്ല ഇപ്പോ. കാര്യങ്ങളൊന്നും പഴയതുപോലെയല്ല. നമുക്കെന്നും പ്രശ്നങ്ങളാ. അതുകൊണ്ടാ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. അനന്തൻ വീണ്ടും ദേഷ്യത്തോടെ തന്നെയാണ് സംസാരിച്ചത്. എത്രത്തോളം അപകടം അവരെ ചുറ്റി നടക്കുന്നുണ്ട് എന്ന് അവരെ പൂർണ്ണമായും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയാണ് അവനിൽ ദേഷ്യമായി മാറുന്നത്. മകന്റെ ഈയൊരു ഭാവം വാസുദേവനും ആദ്യമായിട്ടാണ് കാണുന്നത്. തന്നോട് മുൻപ് ഒരിക്കലും അവൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ അയാൾക്കതിൽ ദുഃഖമൊന്നും തോന്നിയില്ല. തന്നെ അല്പനേരം കാണാതിരുന്നപ്പോൾ അനന്തൻ നന്നായി തന്നെ ഭയന്നു പോയിട്ടുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി. അവനോട് അല്പം കൂടി വാത്സല്യമാണ് അയാൾക്ക് തോന്നിയത്. എന്തായാലും ഞാനിങ്ങ് വന്നില്ലേ, തൽക്കാലം നീ സമാധാനപ്പെടുക. ഇനി ഇങ്ങനെ എവിടെയെങ്കിലും പോകേണ്ടി വന്ന നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പോകൂ, പോരെ? അയാൾ ചോദിച്ചു. ഓ, സമ്മതിച്ചേ. അച്ഛൻ എന്ത് വാങ്ങാനാ പോയേ? അതാദ്യം പറ. അരുന്ധതി കവറുകൾ കണ്ട് കൗതുകത്തോടെ ചോദിച്ചു. ആ, അത് പറഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സാധനം വാങ്ങണമെന്ന് കുറച്ച് ദിവസമായി ചിന്തിക്കുന്നു. ഇന്നാ അതിന് സമയം വന്നത്. രണ്ടാളും ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ള സ്റ്റുഡൻസ് അല്ലേ. നല്ല ബുദ്ധിയും ആരോഗ്യവും ഒക്കെ വേണം. അതിനാണ് അച്ഛൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത് വാങ്ങിച്ചിട്ട് വന്നത്. സംസാരിച്ചുകൊണ്ട് തന്നെ അയാൾ കവറിൽ നിന്നും ആ ചെറിയ ബോക്സ് എടുത്തു. അനന്തൻ തയ്യാറാക്കിയ മാന്ത്രിക ജലം, മേദിനി ധാര. അനന്തൻ വളരെയധികം ഞെട്ടി. അച്ഛൻ ഇതിനു വേണ്ടിയാണ് പോയത് എന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇത് മറ്റേ പരസ്യത്തിലൊക്കെ കാണുന്ന അതല്ലേ അച്ഛ? അരുന്ധതി ചോദിച്ചു. അതെ, അത് തന്നെയാണ്. ഇപ്പൊ നാട്ടിലൊക്കെ ഇതല്ലേ ചർച്ചാ വിഷയം. വലിയ വലിയ ആളുകൾ പോലും ക്യൂ നിൽക്കുക. ഇന്ന് സിറ്റി മുഴുവനും നടന്ന് ഇതൊന്ന് വാങ്ങാൻ വേണ്ടി. എങ്ങും സ്റ്റോക്കില്ലെന്നേ. ഒടുവിൽ കിട്ടി. എനിക്ക് വാശിയായിരുന്നു എന്റെ മക്കൾക്ക് രണ്ടാൾക്കും ഇത് വാങ്ങിത്തരണമെന്ന്. അതാ ഇത്രയ്ക്ക് ലേറ്റ് ആയത്. അനന്തൻ ആ കുപ്പികളിലേക്ക് തന്നെ നോക്കി നിന്നു. അരുന്ധതി വലിയ ആവേശത്തോടെ അത് തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അനന്തന്റെ മുഖം ഇരുണ്ട് തന്നെ ഇരുന്നു. വാസുദേവൻ സത്യങ്ങളെല്ലാം അറിയുമോ?
കാണാത്തതിന്റെ വിഷമത്തിൽ ഒരുപാട് ദേഷ്യത്തോടെ സംസാരിച്ച അനന്തൻ മേദിനി ധാര വാങ്ങാൻ വേണ്ടി സിറ്റി മുഴുവൻ അലഞ്ഞിട്ടാണ് ലേറ്റ് ആയതെന്ന് കേട്ടപ്പോൾ വല്ലാതെ വിഷമിച്ചു. വാസുദേവൻ 2 ഗ്ലാസുകളിലായി ആ മാന്ത്രിക ജലം ഒഴിച്ചു. ഇത് നല്ലതാണോ അച്ഛാ? അരുന്ധതി സംശയം ചോദിച്ചു. ആ, ധൈര്യമായിട്ട് നീ കുടിച്ചോ. ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചിട്ട് തന്നെയാണ് വാങ്ങിയത്. ആദ്യം ഞാനും ഫേക്ക് ആണെന്ന് കരുതി, പക്ഷെ കുടിച്ചവർക്കെല്ലാം നല്ല റിസൾട്ട് ഉണ്ടത്രേ, അയാൾ പറഞ്ഞു. അനന്തൻ അറിയാം അച്ഛൻ പ്രധാനമായും തനിക്ക് വേണ്ടിയാണ് ഇത് ഇത്ര കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതെന്ന്. തന്റെ ആരോഗ്യ കാര്യത്തിൽ അച്ഛന് അതീവ ശ്രദ്ധയുണ്ട്. 2 വർഷം കോമയിൽ കിടന്ന തനിക്ക് ഇനിയും എന്തെങ്കിലും പറ്റുമോ എന്ന പേടി അച്ഛനെ നല്ല രീതിയിൽ തന്നെ അലട്ടുന്നുണ്ട് എന്ന് അനന്തൻ അറിയാം. അവൻ ആ ഗ്ലാസ്സിൽ അല്പം പോലും ബാക്കി വെക്കാതെ മുഴുവൻ കുടിച്ചു. അച്ഛാ, ഇതിന് നല്ല വിലയാണെന്നാണല്ലോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത്. അപ്പോ ഒരുപാട് കാശായി കാണില്ലേ? അരുന്ധതി ചോദിച്ചു. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. നമുക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റൊക്കെ ഉള്ളൂ, അയാൾ പറഞ്ഞു. അച്ഛനും അല്പം കുടിക്ക്. അരുന്ധതി ഗ്ലാസ് അയാൾക്ക് നേരെ നീട്ടി. ഏയ്, അച്ഛന് വേണ്ട. അവിടെ വെച്ച് ലക്കി ഡ്രോയിൽ എനിക്കൊരു കുഞ്ഞു ബോട്ടിൽ കിട്ടിയതാ. നീ അത് മുഴുവൻ കുടിച്ചേ. ദേ, നിന്റെ ചേട്ടൻ കുടിച്ചിട്ട് മണിക്കൂറൊന്നായി, അയാൾ അനന്തനെ നോക്കി പറഞ്ഞു. അനന്തൻ ഒന്ന് ദീർഘശ്വാസം വലിച്ചു. അവന് നല്ല ഉറപ്പുണ്ട് ഈ മരുന്ന് വില കൊടുത്തു വാങ്ങാൻ തന്റെ അച്ഛനെ കെൽപ്പില്ല എന്ന്. ഉറപ്പായും ഇത് തനിക്ക് വേണ്ടി ഭാർഗവൻ സാർ ചെയ്തതാവാനേ വഴിയുള്ളൂ. തന്റെ അച്ഛൻ ഈ മരുന്നിന്റെ വില നോക്കാനോ മറ്റോ ആണ് വന്നതെന്നറിഞ്ഞ ഭാർഗവൻ സാർ വെറുതെ ഒരു ലക്കി ഡ്രോ സിറ്റുവേഷൻ അറേഞ്ച് ചെയ്ത് അച്ഛന് ഈ ബോട്ടിൽ ഗിഫ്റ്റായി കൊടുത്തതാവാനേ വഴിയുള്ളൂ. എന്തായാലും കുറെ അലഞ്ഞതല്ലേ, അച്ഛന് നല്ല ക്ഷീണമുണ്ട്. ഇനി ലേറ്റ് ആവണ്ട, വേഗം ഉറങ്ങിക്കോ. നമുക്ക് അടുത്ത അവധി ദിവസം നടക്കാൻ പോവാം. അനന്തൻ പറഞ്ഞത് കേട്ട് അയാൾ ഒന്ന് പുരികം ചുളിച്ചു. സത്യത്തിൽ അനന്തൻ നടക്കാൻ പോകാം എന്ന് മാത്രമാണോ, അതോ അവൻ എന്തെങ്കിലും ഗൗരവമുള്ള വിഷയം സംസാരിക്കാനുണ്ട് എന്നാണോ ഉദ്ദേശിച്ചത്? അയാൾ ആലോചിച്ചു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. അനന്തനും ജഗനും കൂടി പോയി ഒരു പുതിയ കാർ എടുത്തു, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മാത്രം. ശേഷം ഭാർഗവൻ ബിസിനസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത ബിൽഡിംഗിലേക്ക് അവർ ചെന്നു. അനന്തനാണ് ഈ ബിസിനസിന്റെ ഓണർ എന്ന് പുറം ലോകം തൽക്കാലം അറിയണ്ട എന്ന് അനന്തന്റെ നിർദ്ദേശം അനുസരിച്ച് ഭാർഗവന്റെ പേരിലുള്ള ഒരു ഗസ്റ്റ് ഹൗസിലേക്കാണ് അവർ പോയത്. ഭാർഗവ ഗ്രൂപ്പിന്റെ പ്രൗഢി വിളിച്ചു പറയുന്ന തരത്തിലായിരുന്നു അവിടുത്തെ ഓരോ മുക്കും മൂലയും. ഭാർഗവന് പുരാതന വസ്തുക്കളിലും ചിത്രങ്ങളിലുമുള്ള കമ്പം അവിടെ വരുന്ന ആർക്കും മനസ്സിലാക്കാം. അവൻ മീറ്റിംഗ് നടക്കുന്ന റൂമിലേക്ക് കയറിയപ്പോൾ അവിടെ അധികം ആരെയും കാണാൻ കഴിഞ്ഞില്ല അനന്തന്. ഭാർഗവൻ, പല്ലവി, നാഗേന്ദ്രൻ, ദയാനന്ദൻ, മധുമോഹൻ, കൈലാസ് സുബ്രഹ്മണ്യൻ, അങ്ങനെ ചുരുക്കം ചിലർ മാത്രം. പക്ഷേ അനന്തന് കണ്ടു പരിചയമില്ലാത്ത എന്നാൽ നല്ല കേട്ടു പരിചയമുള്ള ഒരു മുഖം കൂടി അവിടെ ഉണ്ടായിരുന്നു. യദു ഭാർഗവൻ. അനന്തൻ കേട്ടിട്ടുള്ളത് അവൻ നല്ല കള്ളുകുടിയനും ദിശാബോധമില്ലാത്തവനുമാണ് എന്നൊക്കെയായിരുന്നു. പക്ഷേ അവനെ കണ്ടിട്ട് അനന്തൻ അങ്ങനെ ഒന്നുമേ തന്നെ തോന്നിയില്ല. യദുവും പ്രതീക്ഷിച്ചതുപോലെ ഒരു രൂപമായിരുന്നില്ല അനന്തന്. ഇത്രയും സാമർഥ്യമുള്ള മുത്തശ്ശൻ പോലും ബഹുമാനിക്കുന്ന അനന്തന് അല്പം കൂടി പ്രായം അവൻ കരുതിയിരുന്നു. അനന്തനെ കണ്ടതും എല്ലാവരും അവനെ വണങ്ങി. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ അനന്ത. ഹലോ ചെയർമാൻ. അധികാരി വന്നല്ലോ, ഇനി മീറ്റിംഗ് തുടങ്ങാം. ഇങ്ങനെ പല പേരുകളിലാണ് ഓരോരുത്തരും അനന്തനെ വിളിക്കുന്നത്. എല്ലാവരും തന്നോട് ആവശ്യത്തിലധികം വിനയം കാണിക്കുന്നുണ്ട് എന്ന് തോന്നിയ അനന്തൻ അവരോടായി ഇങ്ങനെ പറഞ്ഞു. ബിസിനസ്സിലൊന്നും നിങ്ങളുടെ അത്രയും അറിവോ വളർച്ചയോ ഇല്ലാത്ത ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ് ഞാൻ. എന്നെ ആവശ്യത്തിലധികം ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു സാധാരണ മനുഷ്യനും നിങ്ങൾ നൽകുന്ന അതേ ബഹുമാനം തന്നെ മതി എന്നോടും. നമുക്ക് നേരെ ബിസിനസ് കാര്യങ്ങളിലേക്ക് കടക്കാം. അനന്തൻ സർ, എനിക്ക് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുണ്ട്. മാനേജർ നാഗേന്ദ്രനാണ് അത് പറഞ്ഞത്. അനന്തൻ അയാളോട് പറയാൻ അനുവാദം നൽകുന്ന തരത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. കൈമൾ ഗ്രൂപ്പിന്റെ കാര്യമാണ്. അവർ ബിസിനസ് ഒക്കെ നിർത്തി ഷെയർ ഹോൾഡേഴ്സ് എല്ലാം അവരവരുടെ ക്യാഷ് കറക്റ്റ് ആയിട്ട് വീതിച്ച് കോൺട്രാക്ട് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനിയൊരു 300 കോടി ബാലൻസ് ഉള്ളത് ദേ ഈ ഡെബിറ്റ് കാർഡിലും. അയാൾ ഒരു കാർഡ് അനന്തന്റെ മുന്നിൽ മേശമേൽ വെച്ചു. 300 കോടി ബാലൻസ്? ചോദ്യഭാവത്തിൽ അനന്തൻ മാനേജർ നാഗേന്ദ്രനെ നോക്കി. അതെ, 300 കോടിയെ ബാലൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം ഷെയർ ഹോൾഡേഴ്സിന്റെ കണക്ക് സെറ്റിൽ ചെയ്തും പിന്നെ കോൺട്രാക്ട് തീരാതെ നഷ്ടം സംഭവിച്ച ക്ലയൻസിന് നഷ്ടപരിഹാരം നൽകിയും ആ വഴിക്ക് തീർന്നു. എല്ലാത്തിന്റെയും കണക്ക് കൃത്യമായിട്ട് ഈ ഫയലിലുണ്ട്. സാറിന് വിശ്വാസമില്ലെങ്കിൽ നോക്കിക്കോളൂ.
അയാൾ ഫയൽ അനന്തനെ ഏൽപ്പിച്ചു. അയാളുടെ വിശദീകരണം കേട്ട അനന്തൻ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയി. കാരണം അവൻ ഉദ്ദേശിച്ചത് 300 കോടി രൂപ കുറഞ്ഞു പോയെന്നോ നാഗേന്ദ്രനെ വിശ്വാസമില്ല എന്നോ അല്ല. അത്രയും തുക അനന്തനെ സംബന്ധിച്ച് വളരെ കൂടുതലായിരുന്നു. ഞാൻ ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കാശ് സേവ് ചെയ്തത് എന്നാണ്. അനന്തൻ പറഞ്ഞത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ഞാനങ്ങനെ പ്രത്യേകിച്ച് സേവ് ചെയ്തിട്ടൊന്നുമില്ല. കൃത്യമായിട്ട് കണക്ക് പ്രകാരം തന്നെയാണ് ഞാൻ എല്ലാം സെറ്റിൽ ചെയ്തത്. ഇതൊന്നും ചെയ്യാതെ തന്നെ ബാക്കി വന്ന തുകയാണ്, അയാൾ പറഞ്ഞു. എംപ്ലോയീസിനെല്ലാം സാലറി കൊടുത്തു കഴിഞ്ഞോ? അനന്തൻ ചോദിച്ചു. അതെല്ലാം കൃത്യ ഡേറ്റിന് തന്നെ കൊടുത്തു കഴിഞ്ഞു. എല്ലാം ഈ രജിസ്റ്ററിലും അതുപോലെ ഈ കമ്പ്യൂട്ടറിലും സേവ് ആണ്. നാഗേന്ദ്രൻ വീണ്ടും ഫയൽ നീട്ടിയത് കണ്ട് അനന്തൻ വലഞ്ഞു. ഈ ഫയൽ നോക്കുന്ന പരിപാടി അവന് തീരെ താല്പര്യമില്ല എന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മിസ്റ്റർ അനന്തൻ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഡെയിലി കളരി പ്രാക്ടീസ് ചെയ്യാറുണ്ട് എന്നാണ്. പിന്നെ കോളേജിൽ പോവും. അവിടെ നിന്ന് ഈവനിങ് അച്ഛന്റെ ഡിസ്പെൻസറിയിലും. സ്വാഭാവികമായും ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ നിന്ന് തിരിയാൻ സമയമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാൻ ഈ ഫയൽ ചെക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ഏറ്റെടുക്കട്ടെ? യദുവാണ് ചോദിച്ചത്. യദു അങ്ങനെ ഒരു കാര്യം പറയുമെന്ന് അവിടെ ഇരുന്ന് ആരും കരുതിയില്ല. ഒന്നാമത് ഉത്തരവാദിത്തമില്ലാതെ കള്ളും കുടിച്ച് നടക്കുന്നവൻ എന്ന ഇമേജ്. അനന്തന്റെ ബിസിനസ്സിൽ ഇടപെടാൻ എന്ത് മനസ്സിൽ കണ്ടിട്ടാണ് യദു വന്നിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഭാർഗവൻ ഇത് കേട്ട് പൊട്ടിത്തെറിച്ചു. അഹങ്കാരി, നീ എന്തു ഉദ്ദേശിച്ചാ നിൽക്കുന്നത്? അനന്തനോട് മാപ്പ് പറയ്, അയാൾ പറഞ്ഞു. പക്ഷേ ഭാർഗവൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ചത് കണ്ട് യദു നന്നേ പേടിക്കുകയാണ് ഉണ്ടായത്. അവൻ ഒരു നിമിഷം പോലും കളയാതെ അനന്തനോട് മാപ്പ് ചോദിച്ചു. ഇത് കണ്ട് അനന്തൻ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ഭാർഗവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാണുന്നത് അനന്തൻ ഇതാദ്യമായിട്ടാണ്. അതുപോലെ തന്നെ യദുവിന് മുത്തശ്ശന് ഇത്രയും ഭയമാണ് എന്ന് അവൻ ഒട്ടും കരുതിയില്ല. മുത്തശ്ശൻ ദേഷ്യപ്പെട്ട നിമിഷം തന്നെ വിറച്ചുകൊണ്ട് മാപ്പ് ചോദിച്ച യദുവിന്റെ മുഖം കാണുകെ അനന്തന് ചിരി പൊട്ടി. വാ യദു, ഇവിടെ ഇരിക്കെ. അവൻ ഒരു കസേര വലിച്ച് തന്റെ അടുത്തേക്ക് ഇട്ടുകൊണ്ട് യദുവിനെ വിളിച്ചു. ഭാർഗവന് അനന്തൻ ചിരിക്കുന്നത് കണ്ട് അതിശയം തോന്നി. അനന്തന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെടും. കണക്കുകൾ ഹാൻഡിൽ ചെയ്യാൻ അത്രയും വിശ്വാസമുള്ളവരെ മാത്രമല്ലേ ആരും ഏൽപ്പിക്കൂ. യദുവിനെ ആണെങ്കിൽ അനന്തൻ ഇതുവരെ പരിചയപ്പെട്ടിട്ട് പോലുമില്ല. ആ നിലയ്ക്ക് യദു ചാടിക്കയറി കണക്ക് ഞാൻ നോക്കാമെന്ന് പറയുമ്പോൾ അവിടെ ഒരു തെറ്റിദ്ധാരണ ഉറപ്പായും ഉണ്ടാകും. അതുകൊണ്ടുകൂടിയാണ് ഭാർഗവൻ ദേഷ്യപ്പെട്ടത്. പക്ഷേ ദേഷ്യം തോന്നേണ്ടതിന് പകരം അനന്തൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് അയാൾക്ക് തീരെ മനസ്സിലാകുന്നില്ല. ക്ഷമിക്കുന്നു അനന്ത, ഇവന് ബിസിനസ് ഒന്നും അറിയില്ല. ഉത്തരവാദിത്വം ഇല്ലാത്തത് കാരണം ഇതുവരെ ഇവനെ ഒന്നും ഏൽപ്പിച്ചിട്ടുമില്ല. ഇനിയെങ്കിലും ഓരോന്ന് കണ്ടു പഠിക്കട്ടെ എന്ന് കരുതി കൊണ്ടുവന്നതാ. പക്ഷേ എവിടെ എന്ത് സംസാരിക്കണം എന്ന ബോധം പോലും ഇല്ല എന്ന് ഞാൻ അറിഞ്ഞില്ല, അയാൾ പറഞ്ഞു. അനന്തൻ അതിന് മറുപടി ഒന്നും പറയാതെ വെറുതെ പുഞ്ചിരിച്ച് തലയാട്ടിക്കൊണ്ട് മീറ്റിംഗിലേക്ക് കടന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം അനന്തൻ ഭാർഗവനോട് സംസാരിച്ചു. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. 2 വർഷം മുൻപ് എന്റെ അച്ഛന്റെ ലൈസൻസ് ചിലർ റദ്ദാക്കി. അത് തിരിച്ചു നേടാൻ ഇനി ലീഗൽ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? സാറിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയോ? അനന്തൻ ചോദിച്ചു. എന്നെ സംബന്ധിച്ച് ഇത് ചെറിയൊരു ഹെൽപ്പാ. ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി. അവരെല്ലാ ഏർപ്പാടുകളും നോക്കിക്കോളും, ഭാർഗവൻ പറഞ്ഞു. അത്ര നേരം മിണ്ടാതെ നിന്ന യദു അപ്പോഴാണ് വീണ്ടും സംസാരിച്ചത്. മുത്തശ്ശ, എനിക്ക് ഇവിടുത്തെ ആയുർവേദിക് കൗൺസിലിന്റെ പ്രസിഡന്റിനെ അറിയാം. 2 ദിവസം മുൻപ് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ കാര്യം എന്നെ ഏൽപ്പിച്ചോളൂ. അനന്തന് വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കാം, യദു പറഞ്ഞു. മുത്തശ്ശൻ വഴക്കു പറയുമോ എന്ന ഭയം അപ്പോഴും അവന്റെ മുഖത്തുണ്ട്. എന്നാ പിന്നെ അത് തന്നെയല്ലേ എളുപ്പം. യദുവിനെ തന്നെ ഈ ജോലി ഏൽപ്പിക്കേ. അവൻ എനിക്ക് വേണ്ടി ആദ്യമായി ചെയ്യാം എന്ന് സ്വയം ഏറ്റ കാര്യമല്ലേ. തടസ്സം വേണ്ട, അനന്തൻ പറഞ്ഞു. അല്പം സംശയത്തോടെയാണെങ്കിലും അനന്തൻ പറഞ്ഞതിന്റെ പേരിൽ യദുവിനെ തന്നെ അയാൾ അക്കാര്യം ഏൽപ്പിച്ചു. പിന്നെ അധികം വൈകാതെ തന്നെ ജഗനെയും കൂട്ടി അവിടെ നിന്നിറങ്ങി. 2 ദിവസം കടന്നുപോയി. 3-ാം ദിവസം യദു രാവിലെ തന്നെ കാറുമായി വന്നു. എന്നിട്ട് അനന്തനെയും വാസുദേവനെയും കൂട്ടി യാത്ര തിരിച്ചു. ലൈസൻസ് ശരിയാക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്നറിഞ്ഞ വാസുദേവൻ ഞെട്ടി. എന്താ മോനെ, അത് നടക്കാത്ത കാര്യമാണെന്ന് നിനക്കറിയില്ലേ? ഡിസ്പെൻസറി നടത്താൻ കഴിയുമല്ലോ, എനിക്ക് ചികിത്സിക്കാനല്ലേ പറ്റാതെയുള്ളൂ. അതിനല്ലേ നമ്മൾ വേറെ ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്.
ഇനി ലൈസൻസ് എടുക്കണമെങ്കിൽ ആയുർവേദിക് കൗൺസിലിൽ പോയേ പറ്റൂ. അവിടെ നിന്റെ വല്യച്ഛനൊക്കെ ഉണ്ടാവും. വെറുതെ എന്തിനാ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഒന്നും വേണ്ട, നമുക്ക് തിരിച്ചു പോവാം, അയാൾ പറഞ്ഞു. അനന്തൻ ഒരു പുഞ്ചിരിയോടെ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ നമ്മളിനി ഒതുങ്ങി നിൽക്കുന്നില്ല അച്ഛൻ. വല്യച്ഛനുണ്ടെങ്കിൽ ഇപ്പം എന്താ? നമ്മളൊരു ലീഗൽ കാര്യത്തിന് വേണ്ടി ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലേക്കാണ് കയറി ചെല്ലുന്നത്, അല്ലാതെ വല്യച്ഛന്റെ തറവാട്ടിലേക്കൊന്നുമല്ല. അച്ഛന് ആഗ്രഹമില്ലേ ലൈസൻസ് തിരിച്ചു നേടാനും ഇനിയും രോഗികളെ ചികിത്സിക്കാനും? ഞാൻ കണ്ടു അച്ഛനെന്ന് ഞാൻ എഴുതിയ ബുക്കിൽ നിന്ന് പുതിയ കുറെ ചികിത്സാ രീതികളൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത്. അതെല്ലാം വെറുതെ നേരം പോക്കിന് വേണ്ടി വായിച്ചാൽ മാത്രം മതിയോ? അച്ഛന്റെ കൈകൊണ്ട് അതൊക്കെ ചെയ്യണ്ടേ? ക്രിട്ടിക്കലായിട്ട് കൊണ്ടുവരുന്ന രോഗികൾ പോലും അച്ഛന്റെ ചികിത്സ കൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കുന്നത് കണ്ട് വളർന്നവനാണ് ഞാൻ. അച്ഛന്റെ കൈപുണ്യം അച്ഛന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ മറ്റൊരു ഡോക്ടർക്ക് ശമ്പളം കൊടുത്താൽ കിട്ടുന്ന ഒന്നാണോ? അച്ഛൻ നന്നായിട്ട് ആലോചിക്കേ, ലൈസൻസ് വേണോ വേണ്ടയോ എന്ന്. അനന്തൻ ചോദിച്ചതിന് മറുപടി ഒന്നുമില്ലാതെ അയാൾ മൗനമായിരുന്നു. ആയുർവേദിക് കൗൺസിലിൽ എത്തും വരെ അയാൾ ഒരേ ഇരിപ്പായിരുന്നു. സ്ഥലം എത്തി എന്ന് പറഞ്ഞ് അനന്തൻ വിളിച്ചതും അയാളുടെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. വാസുദേവൻ അയാളുടെ കുടുംബത്തെ കാണാനിടവരുമോ?